വ്യക്തിതലത്തിൽ സുഷുപ്തിയിലും ഇത് തന്നെയാണ്. സ്ഥൂലം സൂക്ഷ്മത്തിലേക്ക് പോയി, സൂക്ഷ്മം കാരണത്തിൽ വിലയിച്ചു. ആ കാരണസ്ഥിതി സുഷുപ്തി, അവിടെ നാമരൂപങ്ങളില്ല, ഒന്നുമില്ല. പക്ഷെ ഇല്ലാതായിട്ടില്ല, കാരണഭാവത്തിലുണ്ട്. അതുകൊണ്ട് പുനശ്ച ജന്മാന്തര കർമ്മയോഗ സയേവ ജാഗ്രസ്വപിതി പ്രബുദ്ധ. നേരത്തെ പറഞ്ഞു, വ്യഷ്ടിയിലെ സുഷുപ്തി തന്നെയാണ് സമഷ്ടിയിലെ പ്രളയം. അതുകൊണ്ട് അത് ഈശ്വരൻ്റെ സുഷുപ്തി എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞ് വീണ്ടും മൂപ്പർ ഉണർന്നാൽ ഈ കൽപ്പം ആരംഭിച്ചു എന്ന് പറയാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സകല ആവിർഭാവ തിരോഭാവങ്ങളെയും നോക്കിക്കൊണ്ട് സാക്ഷി പറയാണ്, ഇതെല്ലാം എന്നിലാണ് ജനിച്ചത്, എന്നിലാണ് നിലകൊള്ളുന്നത്, എന്നിലാണ് വിലയിക്കുന്നത്. അപ്പൊ സർവത്തിനും അധിഷ്ഠാനഭൂതനാണ് ഞാൻ. അതാണ്. ഈ ഞാൻ ഇങ്ങനെയല്ലാതായാൽ ഈ ബ്രഹ്മാണ്ടവും ഇങ്ങനെയല്ലാതായിടും. അമ്പട ഞാനേ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താ കഥ? എന്താ അഖണ്ഡാകാര വൃത്തിയിലല്ലേ പറയാൻ പറ്റുള്ളൂ. അത് എത്രയേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മയി സർവം എന്ന് പറയാൻ പറ്റില്ല. മയി സർവം എന്നുള്ളത് അഖണ്ഡാകാര വൃത്തിയിലേ പറയാൻ പറ്റൂ. പക്ഷെ അഖണ്ഡാകാര വൃത്തി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, അത് ബ്രഹ്മാഹം. അതാണ് നേരത്തെ പറഞ്ഞു, അത് തദ് ബ്രഹ്മാഹം. അതാണത്. ഇത് ജ്ഞാത്വ അകാരവൃത്തി ഉദിച്ചോടെ അഖിലം ഞാൻ വലിയ ആളാണ്. തൻ്റെ മഹിമയാണ് ഉപനിഷത്തുക്കൾ കീർത്തിക്കുന്നത്. മറ്റു പലരുടെയും പലതിൻ്റെയും മഹിമകളാണ് മറ്റു പലരും കീർത്തിക്കുന്നത്. അതാണ് ഉപനിഷത്തുമായിട്ടുള്ള വ്യത്യാസം. ഉപനിഷത്ത് എപ്പോഴും തൻ്റെ മഹിമയാണ് കീർത്തിക്കുന്നത്. അമ്പട ഞാനേ, അല്ലേ? അതെ, അമ്പട ഞാനെയാണ്. അങ്ങനെ എടുത്തോളൂ. ഏത് പ്രക്രിയ എളുപ്പച്ചാൽ എടുത്തോളൂ. നോക്കൂ, സത്യവിചാരത്തിൽ ഒരു സാധകന് സ്വീകാര്യമായ പ്രക്രിയ എടുക്കാം. ഇപ്പം നമ്മൾ ഈ സത്ത് ചിത്ത ആനന്ദം എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ചിലർക്ക് സത്തിനെ കയറി പിടിച്ച് ചിന്തിക്കുന്നതായിരിക്കും എളുപ്പം, അവർക്കത് ചെയ്യാം. ചിലർക്ക് ചിത്തിനെ കയറി ചിന്തിക്കുന്നതായിരിക്കും എളുപ്പം. ചിലർക്ക് ആനന്ദത്തെ കയറി പിടിച്ച് ചിന്തിക്കുന്നതായിരിക്കും എളുപ്പം. ഏതാണോ അവനവന് എളുപ്പമായത് അത് ചെയ്യാം. കാര്യം ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഇവിടെ തത്വമേവ എന്ന് പറഞ്ഞു, ത്വമേവ തതെന്ന് പറഞ്ഞു. രണ്ട് തരത്തിലാണ് പ്രക്രിയ. പക്ഷെ ചെന്ന് എത്തുന്നത് ഒരിടത്താണ്. ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് തത്വമേവ തത് എന്നുള്ളതിൽ നിന്ന് ഭിന്നമായി അതിനുപരി ഒന്നും പറയാനില്ല. അത് തന്നെ പല ഭാഷകളിൽ നമ്മൾ അനുസന്ധാനം ചെയ്യുകയാണ്, വിചാരം ചെയ്ത് ഉറപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക. അവിടെയുള്ള പല അതിനോടനുബന്ധിച്ചുള്ള ആശയങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആഹാ ബോധം കെടുത്താനുള്ളൊരു മരുന്ന് ആവശ്യമാണ്, അല്ലേ? ബോധം കെടുത്താനുള്ള മരുന്ന്. ഈ പാഠം കഴിയുന്നത് വരെ ബോധക്കേട് ഏതെന്ന്.
അപ്പൊ ഈ പറഞ്ഞ തത്വമേവ ത്വമേവ തത് എന്നുള്ളതിൻ്റെ വിവിധ തലങ്ങളിൽ ആവർത്തിച്ചുള്ള അനുസന്ധാനമാണ് നടക്കുന്നത്. നോക്കൂ, അണോരണീയാനഹമേവ തദ്വത് മഹാനഹം വിശ്വമഹം വിചിത്രം പുരാതനോഹം പുരുഷോഹമീശോ ഹിരണ്മയോഹം ശിവരൂപമസ്മി. അണോരണീയാനഹമേവ തദ്വത് മഹാനഹം വിശ്വമഹം പുരാതനോഹം പുരുഷോഹമീശോ ഹിരണ്മയോഹം ശിവരൂപമസ്മി. അണോഹോ അണിയാൻ, തദ്വത് മഹാൻ വിശ്വം വിചിത്രം പുരാതനഃ പുരുഷഃ ഈശഃ ഹിരണ്മയഃ ശിവരൂപമസ്മി. ഇവിടെ ഞാൻ ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണെന്ന് ഉറപ്പിച്ച് പറയുക. കുറേ കാലം നമ്മൾ വേറെ പലതും ആണെന്ന് പറഞ്ഞല്ലോ അല്ലേ? എന്തൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് നമ്മൾ? പലതും പലതും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോഴോ ഞാൻ ആണാണെന്ന്, എന്ത് പേര് ചോദിച്ചാൽ ഉടനെ പിന്നെ അടുത്ത ജെൻഡർ ചോദിക്കുന്നുണ്ട്. ഞാൻ ആണാണെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യും. നമ്മൾ അധിക ദിവസം ഓരോരോ സർക്കാരുമായിട്ടുള്ള എല്ലാ ഇടപെടലിലും പ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവസാനം എഴുതി ഒപ്പിടും, മുകളിൽ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഇതിനാൽ ബോധിപ്പിക്കുന്നു എന്നുണ്ട് ഒപ്പിടും. നമ്മൾ പ്രതിജ്ഞ, ഞാൻ ആണാണ്, ഞാൻ പെണ്ണാണ്. വിവാഹിതനാണോ അല്ലയോ? ഉടനെ അതെ, ഞാൻ വിവാഹിതനാണ്, ഞാൻ വിവാഹിതയാണ്, ഞാൻ വിവാഹിതയല്ല, വിവാഹിതനല്ല. ഇങ്ങനെയുണ്ട്. പണ്ട് ബാക്കിയുള്ളവർ പറയണം, അപ്പൊ നമ്മൾ തന്നെയാ പറയണം. അതുകൊണ്ട് അതും ശരിയാ. ഇങ്ങനെ എന്തൊക്കെയാ നമ്മൾ ഓരോ ദിവസവും പറയണേ? ഇതൊക്കെ ഇപ്പൊ സത്യ? ഇത് വലിയ പ്രശ്നമുള്ള സംഗതികളൊക്കെ ഉണ്ട് ചില സ്ഥലത്ത്. ഇപ്പൊ വിവാഹിതനാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിലുണ്ടോ ഇല്ലയോ? എന്താ അഭിപ്രായം? രണ്ട് കോളമേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ. ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ. എന്താ നമ്മൾ എന്താ എഴുതുക? ഞാൻ പണ്ട് വിവാഹിതനായിരുന്നു, ഇപ്പൊ വിവാഹിതനല്ല എന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ പൊല്ലാപ്പ് ഒഴിവാക്കി എന്ന് വിചാരിച്ചോളൂ. ചിലതിലൊക്കെ മൂന്നാമത്തെ കോളം ഉണ്ട്, ചിലതിലില്ല. അപ്പൊ എന്ത് ചെയ്യും? വലിയ പ്രശ്നമാണ്. പിന്നെ ഉണ്ട്, നായരാണോ ഈഴവരാണോ അതാണോ ഇതാണോ സമുദായം പറയണം. അതും കൊടുത്തു. ഇങ്ങനെ എന്തൊക്കെയാണെന്ന് അപ്പം കൽപ്പിച്ച് വെച്ചേ. നമ്പൂതിരിയാണ്, ചെറുമരാണ്, പുലയരാണ്, എന്തൊക്കെയോ കൽപ്പിച്ച് വെച്ചു. ഇത് വല്ലതും ആണോ? ഞാൻ ഇതാണ് ആണെന്ന് കൽപ്പിച്ചുല്ലോ. എന്നിട്ട് എന്തെങ്കിലും ഗുണം നിനക്ക് ഉണ്ടായോ അവിടെ? ഇതൊക്കെയാണെന്ന് കൽപ്പിച്ചുകൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ വേദാന്തത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. കാരണം ഒരു ഗുണം ഉണ്ടായി, അങ്ങനെ ഉണ്ട്. ഈ ഒരു ചികിത്സ കൊണ്ട് പ്രയോജനം ഉണ്ട് വെച്ചാൽ നമ്മൾ വേറെ ഡോക്ടറെ അടുത്ത് പോകാറില്ല. ഇയാളുടെ അടുത്ത് പോയി ഒരു 2-3 മാസം മരുന്ന് കഴിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ലാച്ചാലാണ് ആ പോകുമ്പോൾ ഒരു കെട്ട് കടലാസ് നമ്മുടെ അടുത്തുണ്ടാവും. വിവരമുള്ള ഡോക്ടറാണെന്ന് വെച്ചാൽ ഒറ്റ കടലാസ് നോക്കൂല. കാരണം അയാളുടെ മനോവൃത്തിക്കനുസരിച്ച് ഡയഗ്നോസ് ചെയ്തത് ശരിയായിട്ടില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ നോക്കുന്നത്? അതെന്തിനാ എന്നിൽ പ്രഭാവം ചെലുത്തുന്നേ? ഞാൻ നിന്നെ പരിശോധിക്കട്ടെ, എന്തിനാ ഞാനൊന്ന് നോക്കട്ടെ എന്താന്ന്. അല്ലാതെ അവൻ കണ്ടുപിടിച്ച് ഞാൻ റെഫറൻസ് ആയിട്ട് എടുക്കൂല. ചിന്തിക്കുക.
അപ്പോൾ വേറെ ഈ കണ്ട 108 കൽപ്പന കൊണ്ട്, എന്ത് 108, 1008 കൽപ്പന കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇനി പുതിയ ചില കൽപ്പന ആയിക്കോട്ടെ. ഒന്ന് പറഞ്ഞു, ഞാൻ അണോരണീയാൻ, ഞാൻ സൂക്ഷ്മത്തിൽ വെച്ച് സൂക്ഷ്മമാണ്. അതൊരു നല്ല കൽപ്പനയാ. അന്ത സമയം അതിനെ കൽപ്പന എന്ന് പറഞ്ഞ് ഇതൊന്നും അല്ലാന്നേ. എന്താണോ ഒരണീയാൻ, സൂക്ഷ്മത്തിൽ വെച്ച് സൂക്ഷ്മ. ഞാൻ ആര് പറഞ്ഞു? ഞാനാ. ഈ സൂക്ഷ്മത്തിൽ വെച്ച് സൂക്ഷ്മമാണെന്ന് പറഞ്ഞാൽ ഉടനെ മഹതോ മഹിയാൻ എന്ന് പറയും, നിഷേധിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആദ്യം മറ്റേ പറയേണ്ട ആവശ്യമുണ്ടോ? മുണ്ടാണ്ടിരുന്നാൽ പോരെ ഒരു സ്ഥലത്ത്. ഒരു 5-6 വർഷം മുമ്പാണ് കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ ഉപനിഷത്ത് വിചാരസത്രം നടക്കുമ്പോൾ, അപ്പം ഇന്നലെ ഒരു പരസ്യം പറഞ്ഞിരുന്നു. എന്താ ഇന്നലെ പറഞ്ഞത്? എല്ലാ ഇംഗ്ലീഷ് മാസം അവസാന ഞായറാഴ്ച വേദാന്ത ക്ലാസ് ഉണ്ട്. അതുപോലെ വേറൊരു പരസ്യമാണ് പറയാൻ പോണത്. എല്ലാ വർഷവും ഗുരുപൂർണിമ മുതൽ 8 ദിവസം ഉപനിഷത്ത് വിചാരസത്രമാണ്. ഏതെങ്കിലും ഒരു ഉപനിഷത്ത് ശങ്കരഭാഷ്യത്തോടു കൂടി പഠിക്കും. ശരി, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു 7-8, അത് ഉച്ചയ്ക്ക് തീരില്ല കേട്ടോ. രാവിലെ 5:30 തുടങ്ങി രാത്രി 9:30 വരെ. ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവും. ഭയപ്പെട്ടിട്ട് ആരും വരാതിരിക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവും, ശാപ്പാടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതിനാ പറ്റൂല. അതിന് രാത്രി ഉറങ്ങാൻ പറ്റൂ. ശരി. അപ്പോൾ അതിൽ ഗ്രൂപ്പ് ചർച്ചകളുണ്ട്. ഗ്രൂപ്പ് ചർച്ചകൾക്ക് ശേഷം ആ ഗ്രൂപ്പ് ചർച്ചകളിൽ ഉണ്ടായ ചോദ്യങ്ങളാണ് ചോദിക്കുക. ഓരോരു വ്യക്തി ചോദിക്കുന്നില്ല. അതിലൊരു ചോദ്യം ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈ 10-35 വർഷമായിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഒരു ചോദ്യമാണ്. അത് മാത്രമല്ല, അതിൽ അനേകം നല്ല ചോദ്യങ്ങളുള്ളൊരു ചോദ്യം ഇതായിരുന്നു: സ്വാമിജി, ജിയൊക്കെ ഉണ്ട് കേട്ടോ, ജീൻ്റെ ബഹുമാനമൊക്കെ ഉണ്ട്. സ്വാമിജി, അങ്ങ് വാസ്തവത്തിൽ ഒരു സന്യാസിയാണോ എന്നാണ്. ഇതാണ് ചോദ്യം. നല്ല ചോദ്യം, വളരെ ഇഷ്ടമായി. പക്ഷെ അന്ന് ഉപദ്രവം എന്തുണ്ടായി ഈശാ? അന്ന് വേറെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ചോദ്യം എടുക്കാൻ പറ്റിയില്ല. ഇതിന് ഉത്തരം പറഞ്ഞപ്പോഴത്തേക്ക് 1.5 മണിക്കൂർ കഴിഞ്ഞു പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ സന്യാസിയാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ആ ചോദ്യം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. കാരണം ഒന്നും നമ്മൾ തയ്യാറായിട്ടല്ലല്ലോ ഉത്തരം പറയണത്. അപ്പം എടുക്കണോ അപ്പം പറയണമെന്നല്ലേ. പക്ഷെ അത് വല്ല ചിന്തിപ്പിച്ചു. കാരണം ഞാൻ എന്നുള്ള ഒരു പ്രത്യയം എന്നിൽ ഈ ജന്മത്തിൽ ആവിർഭവിച്ച സമയത്തേക്ക് ഞാൻ പോയി. ഞാൻ വളരെ അവ്യക്തമായ സ്മൃതിയേ ഉള്ളൂ, അവ്യക്തമായത്. ചുറ്റും ഒന്നായിട്ട് ജലപ്പരപ്പ്. എന്നിട്ട് ഒരാളുടെ ചുമലിൽ ഇരിക്കുന്നുണ്ട്. അയാൾ അങ്ങനെ കൊണ്ടുപോകണ്ട ഈ കുട്ടീനെ. അതൊരു ഓർമ്മ. അപ്പം ആ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും. ആ സമയത്ത് പുഴയിൽ വെള്ളം കയറുക എന്നൊരു പ്രതിഭാസം ആ സമയത്തുണ്ടായി. അപ്പോൾ പറഞ്ഞ അച്ഛനമ്മമാരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതൊരു 2.5 വയസ്സുള്ളപ്പോഴാണ്. 3 വയസ്സിന് മുമ്പാണ്. കാരണം വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ പൊട്ടിപ്പെറുക്കി വേറെ കുറച്ച് ഉയരമുള്ളൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ 2.5 വയസ്സുള്ള സമയത്തുള്ള അവ്യക്ത സ്മൃതി. പിന്നെ ഒന്നും ഓർമ്മയില്ല. പിന്നെ 3 വയസ്സിന് ഇങ്ങോട്ട് വ്യക്തസ്മൃതിയാണ്. എന്തെല്ലാമാ കാട്ടിക്കൂട്ടിയത്. ആര്? ഞാനല്ല, നിങ്ങൾ പറയരുത്, ഞാനാണ്. എന്തെല്ലാം. ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഞാൻ കടന്നുപോയി അതിലൂടെ എല്ലാം. ചിന്തിച്ചു നോക്കൂ. അതിൽ വലിയ കേമത്തൊക്കെ ഉണ്ട്.
3-ാം ക്ലാസ് പഠിക്കുമ്പോൾ ടീച്ചർ 10,000 വരെ എഴുതാൻ എല്ലാ കുട്ടികളോടും കൽപ്പിച്ചു. ഇതൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കൂ. 3-ാം ക്ലാസ്സിലെ പിഞ്ചു മക്കൾ, 7 വയസ്സ് 8 വയസ്സില്ലേ, അത്രയേ ഉള്ളൂ, 8 വയസ്സാവണേ ഉള്ളൂ. അപ്പോഴത്തേക്കാണ് 10,000 വരെ എഴുതാൻ. എഴുതല്ലാണ്ട് നിവൃത്തിയില്ല, കാരണം ഇത്ര വണ്ണമാണ് ചൂരലിന്. പദ്ധതിയിട്ടു എല്ലാവരും കൂടി ഇതിനൊരു പ്രതികാരം ചെയ്തേ മതിയാവും. അങ്ങനെ സംഘടിച്ച് വാതിലിൻ്റെ വിജാവിരി സ്ക്രൂ മുഴുവൻ ഊരി അത് ചേർത്ത് വെച്ച് ടീച്ചർ വരുന്നത് വരെ പിടിച്ചു വെച്ച് ടീച്ചർ വരുമ്പോൾ അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്ത്, പാവം ഇപ്പോഴും ഓർമ്മയുണ്ട്, പാവം ടീച്ചർ വരലും അത് കാലും കൂടെ വീഴലും അയ്യോ എന്നും പറഞ്ഞ് വാതിലാണ് വീണിട്ടുള്ളത്, കാലുമ്മ കൂടെ. അത് കഴിഞ്ഞ് ടീച്ചർ പോയി കസേരമേൽ ഒറ്റ ഇരുത്തം, തപ്പോ കഴിഞ്ഞു. അതിൻ്റെ പിന്നിൽ ആരാന്നുള്ളത് ആർക്കും പിടി കിട്ടിയിട്ടില്ല. കാരണം 4 കാലിൻ്റെ അടിയിലും ഈ ഞെക്കിയാ പൊട്ടണ സാധനമില്ലേ, വെടിമരുന്നുള്ള, ഇത് വെച്ച് പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. 3-ാം ക്ലാസ് കഴിയുന്നവരെയും അതിൻ്റെ പിന്നിൽ ആരാന്ന് ആർക്കും പിടി കിട്ടിയിട്ടില്ല. എനിക്കും പിടി കിട്ടിയിട്ടില്ല കേട്ടോ ആരാന്ന്. അതെ. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കും, അത് ഞാനല്ലേ ചെയ്തേ? അത് ഞാനല്ല, അതെ, അത് ഞാൻ തന്നെയാ. പിന്നെ 4-ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് ലബോറട്ടറിയൊക്കെ ഉണ്ടാക്കി ആൽക്കലികളും ആസിഡുകളും പരീക്ഷണത്തോട് പരീക്ഷണം. എത്ര വീടുകൾ കേടുവരുത്തിയിട്ടുണ്ടെന്നറിയാം, നിലം ആസിഡ് വീഴ്ത്തിയിട്ട് സിമെന്റ്, അതിനെത്ര തല്ല് കൊണ്ടിട്ടുണ്ട്. അത് ഞാനല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ? അങ്ങനെ കടന്നു വന്ന ജീവിതത്തിൽ പുസ്തകങ്ങളുടെ മേഖലകളിലേക്ക് പോയ കാലം. അപ്പോഴത്തേക്ക് ശാസ്ത്ര ഗവേഷണമൊക്കെ അവിടെ വന്നു. ആൽക്കലിയും പോയി, ആസിഡും പോയി, എല്ലാം പോയി, ഒന്നുമില്ല. നോവലുകൾ, കഥകൾ, കവിതകൾ, മറ്റ് രാഷ്ട്രീയ അങ്ങനെയുള്ള, അന്ന് വായനയുടെ ലോകത്തിലൂടെ ആഴ്ന്നിറങ്ങിയത് ഞാൻ തന്നെയാണ്. അന്ന് ഞാൻ സന്യാസിയാ അല്ല. ചിന്തിച്ചു നോക്കൂ. എടാ, നിന്റെ ചുണ്ടെല്ലാം കറുത്ത് വരുന്നുണ്ടല്ലോ, നീ പുക വലിക്കുന്നുണ്ടോ? അമ്മയെ കെട്ടിപ്പിടിച്ചൊരൊറ്റ ഉമ്മ, അമ്മയ്ക്ക് തോന്നണുണ്ടോ അമ്മയുടെ മോൻ അതൊക്കെ ചെയ്യുന്നു? കഴിഞ്ഞില്ലേ? പ്രശ്നം കഴിഞ്ഞില്ലേ? വല്ല പ്രശ്നമുണ്ടോ? ഇല്ലാന്ന് പറഞ്ഞോ? ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞോ? അതുമില്ല. അമ്മയ്ക്ക് തോന്നണുണ്ടോ അമ്മേൻ്റെ മോൻ അതൊക്കെ ചെയ്യോ? എന്താ അമ്മ പറയണത്? ചിന്തിക്കുക. എന്തല്ല, അത് ഞാനല്ല ചെയ്ത്, അത് ഞാൻ തന്നെയാ. എന്തെല്ലാം അവസ്ഥകൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ ഇതെല്ലാം കടന്നു പോവുക. ഒക്കെ ഞാനാ ചെയ്തേ. ഞാൻ സന്യാസിയാ? ചിന്തിച്ചു നോക്കൂ. പുതിയ സിനിമ വരുമ്പോൾ ക്യൂ നിൽക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് ദൂരെ കൂടെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ നടന്നു പോകണുണ്ടോ എന്നൊരു സംശയം. അയാളിങ്ങനെ നോക്കണമുണ്ട്. കണ്ടോന്നറിയില്ല, കണ്ടില്ല എന്നും അറിയില്ല, ഒന്നും അറിയില്ല. എന്താ വഴി ഭഗവാനെ? ഉടനെ വീട്ടിൽ പോയി കഥ ഉണ്ടാക്കി. അതായത് എന്നെപ്പോലെ തന്നെ ഏകദേശം കണ്ടാൽ തോന്നുന്ന ഒരു കുട്ടി ടൗണിലുണ്ട്. അതെ, ഏകദേശം കൃത്യമല്ല, പക്ഷെ ഏകദേശം ദൂരെ നോക്കിയാൽ ഞാനാന്ന് തന്നെ തോന്നുന്നൊരു കുട്ടി ടൗണിലുണ്ട്. ഉടനെ ജ്യേഷ്ഠൻ രക്ഷയ്ക്ക് വന്നു. അത് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഏകദേശം സമാനതയുള്ള 7 പേരുണ്ടാവും അത്രേ. അപ്പൊ അത് ഞാനല്ല. ഞാനാണോ അല്ലയോ? അതെ, ഞാനാണ്. ഞാനല്ലെങ്കിൽ ഞാനിപ്പോൾ ഓർമ്മിക്കുകയോ? അപ്പം ഞാൻ സന്യാസിയാണോ? ചിന്തിക്കുക. ഇങ്ങനെ എന്തെല്ലാം.
അത് കഴിഞ്ഞ് ആ ജീവിതയാത്ര ഇങ്ങനെ തുടരുകയാണ്. 11ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു കൊച്ചു പുസ്തകം, ദ സ്പേക്ക് സ്വാമി വിവേകാനന്ദ, ഒരിരിപ്പിന് 30 പ്രാവശ്യം വായിച്ചു. അത് ഞാനല്ലേ. ഉടനെ അതിൻ്റെ മൂലം തേടി കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ, കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സിസ്റ്റർ നിവേദിത, പിന്നെ ചിന്മയാനന്ദ സ്വാമി, ദയാനന്ദ സ്വാമി, മൃഡാനന്ദ സ്വാമികൾ, അങ്ങനെ 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 ഇതൊക്കെ വായിച്ചത് ഞാൻ തന്നെയാണ്. അപ്പോഴൊക്കെ അതിലൊരു ശൂന്യതയുണ്ട്, അതിലൊക്കെ അന്തരമുണ്ട്, എന്തോ ഒരു സാധനത്തിൻ്റെ കുറവുണ്ട് അതിൽ. അതെന്താ? ആ അന്വേഷണമാണ് ശങ്കരഭാഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. അതാരാ ശങ്കരഭാഷ്യം പഠിച്ചുകൊണ്ടിരുന്നേ? അത് ഞാൻ തന്നെയാണ്. അങ്ങനെ സന്യാസം നിശ്ചയിക്കുന്നു, അതാരാ? അത് ഞാൻ തന്നെയാണ്. അച്ഛനമ്മമാർ സമ്മതം തരുന്നില്ല, പിന്നെ അവരെ കൂടെ തന്നെ ജീവിച്ച് സമ്മതിപ്പിക്കാൻ വേണ്ടിയുള്ള ജീവിതം. അതാണ് ഏറ്റവും ത്യാഗപൂർണമായ ജീവിതം. കാരണം അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാനല്ലേ. ചിന്തിക്കുക. അങ്ങനെ വർഷങ്ങൾ 4 കടന്ന് പോയി, കറങ്ങി 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 അവസാനം ജീവിത അനുഭവങ്ങൾ പഠിപ്പിച്ചത് 2 പാഠങ്ങളാണ്. ഒന്ന്, സന്യാസിമാർ കള്ളന്മാരാണ്, സോഷ്യൽ പാരസൈറ്റ്. 2, തട്ടിപ്പിൻ്റെ കേന്ദ്രങ്ങളാണ് ആശ്രമങ്ങൾ. അതെ, അതുകൊണ്ട് ഈ തട്ടിപ്പിൻ്റെ കേന്ദ്രങ്ങളിൽ ഞാൻ പോവില്ല, സന്യാസിമാരെ കൂടെ കഴിയില്ല. ഇപ്പം എന്ത് ചെയ്യണം? ജീവിതം എങ്ങനെ കൃതാർത്ഥാവും? ജീവിതം കൃതാർത്ഥാവും തപസ് ചെയ്താൽ മതി. അങ്ങനെ ഗംഗാതീരത്ത് ഹിമാലയത്തിൽ തപസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ബലമുണ്ട്. എന്താ ബലം? ശങ്കരഭാഷ്യത്തിൻ്റെ ബലമുണ്ട്. ചിന്തിക്കുക. അത് ഞാൻ തന്നെയല്ലേ. അന്ന് ഞാൻ സ്വാമി ചിദാനന്ദപുരിയാ? അല്ല. അന്ന് സന്യാസിയാ? ഈ സന്യാസിയാ? അല്ല. അന്ന് പരിവ്രാജകനായ സന്യാസിയാണ്. അപ്പോൾ ഞാൻ തന്നെയാണ്, ഞാനല്ലെന്ന് പറയരുത്. അപ്പോഴാണ് ഒരാളുടെ വളരെ ഹൃദയത്തെ തട്ടിയൊരു ചോദ്യം. സന്യാസിമാർ കള്ളന്മാരാണെങ്കിൽ നിങ്ങൾക്ക് കള്ളനല്ലാത്തൊരു സന്യാസി ആയിക്കൂടെ? എല്ലാ ആശ്രമങ്ങളും തട്ടിപ്പിൻ്റെ കേന്ദ്രങ്ങളാണെങ്കിൽ അങ്ങനെ അല്ലാത്ത ഒരാശ്രമം നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെ? എടാ, ഇതൊരു വെല്ലുവിളിയാണല്ലോ. ഇതൊരു വെല്ലുവിളിയാണല്ലോ. വളരെ നേരം മനനം ചെയ്തു. അയാളുടെ ഞാൻ പറഞ്ഞു തയ്യാറാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു 2 വ്യവസ്ഥ ഉണ്ട്. ഒന്നാമത്തെ വ്യവസ്ഥ, നിങ്ങൾ ശങ്കരഭാഷ്യം പഠിച്ചിട്ടുണ്ടെന്ന് തോന്നിപ്പിക്കരുത്. ആദ്യമായി കേൾക്കണ പോലെ കേട്ടോളണം. ഞാൻ തയ്യാറാ. ഇപ്പോൾ ഒരു സ്വാമീൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ സ്വാമി പഠിപ്പിക്കുമ്പോൾ സ്വാമി എന്ത് വിചാരിക്കണം? ആദ്യമായിട്ടാണ് പഠിക്കണത് ഇയാൾ, ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നരുത്. അതൊരു കുഴപ്പമില്ല. രണ്ടാമത്തെ കണ്ടീഷൻ, മൂക്കിൻ്റെ തുമ്പത്താണ് ശുണ്ഠി. എന്താ പറയാന്ന് കണക്കില്ല, എന്താ ചെയ്യാന്ന് കണക്കില്ല. തയ്യാറാണോ? ഞാൻ തയ്യാറാ. അങ്ങനെയാ പോണത്. അവിടെ എത്തിയപ്പോൾ സ്വാമിജി പറഞ്ഞു, നിന്റെ പേരെന്തടേ? എൻ്റെ പേര് സ്വാമി രാമകൃഷ്ണദാസ് എന്നാണ്. അത് വേണ്ട, ചിദാനന്ദ എന്നായിക്കോട്ടെ. അങ്ങനെ ഞാൻ സ്വാമി ചിദാനന്ദയായി. കഥയല്ല പറയണത്, ഇതൊക്കെ ഉള്ള പോലെ പറയുക. പുരിയില്ല. പിന്നീട് സന്യാസ ദീക്ഷ സ്വീകരിച്ചപ്പോൾ പുരി വാലും കൂടി. അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ആരാ? ഞാൻ സന്യാസിയാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ആണോ? കുറച്ച് കാലം കഴിഞ്ഞു, എത്ര ആയില്ല, സത്ത് പോയി, ഇത് അഗ്നി എൻ്റെതാണെന്നും പറഞ്ഞ് ഇങ്ങനെ വാങ്ങി വെണ്ണീറാവുക. അപ്പോൾ സ്വാമി ചിദാനന്ദപുരിയ വെറും വെണ്ണീർ. ചിന്തിക്കുക. അപ്പം ഞാൻ ആരാ? നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാമല്ലോ. ഇതിലിപ്പോൾ 10,000 ചിത്രങ്ങളും മാറ്റി വെച്ചിട്ടായി പറഞ്ഞ് സമയമില്ലാത്തതുകൊണ്ട്.
സമയത്തിൻ്റെ അഭാവം കൊണ്ടൊരു 10,000 ചിത്രം, അതൊക്കെ മിന്നി മറിഞ്ഞിട്ടുണ്ടാവും അന്ന് ഈ ചോദ്യം വന്നപ്പോൾ. അപ്പം ഞാൻ ആരാ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ബ്രഹ്മചാരിയാണോ? അല്ല. ഗൃഹസ്ഥനാണോ? ആയിട്ടേ ഇല്ല. വാനപ്രസ്ഥനാണോ? ആയിട്ടേ ഇല്ല. സന്യാസിയാണോ? അല്ല. പിന്നെ ഞാനാരാ? ഞാനാ, അല്ലാണ്ടെന്താ? മറ്റേ മുഴുവൻ അധ്യാസമാണ്. എന്നാ ഞാൻ തന്നെ ഞെളിഞ്ഞിരിക്കും. ഞാൻ സന്യാസി സഭ മാർഗദർശക മണ്ഡലിൻ്റെ പ്രസിഡന്റാണ്. നിങ്ങൾക്കറിയില്ലേ? കേന്ദ്രീയ മാർഗദർശക മണ്ഡൽ മെമ്പറാണ്. പണ്ഡിതരത്നമാണ്. അത് വലിയ ബിരുദം തന്നെയാണ്. 15 കൊല്ലം യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു കേട്ടോ. നിങ്ങൾക്കതൊക്കെ അറിയണം. നിങ്ങളൊന്നും ബഹുമാനിക്കണ പോരാ. ചിന്തിക്കുക, പറഞ്ഞൊരു അർത്ഥം മനസ്സിലാക്കുക എന്താ. അപ്പം ഞാൻ ആരാ വാസ്തവത്തിൽ? ഞാൻ മാത്ര. മറ്റൊന്നുമായി തീരാൻ എനിക്ക് കഴിയില്ല. മറ്റൊന്നുമായി തീർന്നിട്ടുമില്ല. അഹമേവാഹമവ്യയ അല്ലേ? ഒരിക്കലും നശിക്കാത്ത അഹമേവ അഹം. ബാക്കിയൊക്കെ പേരുകൾ, ബാക്കിയെല്ലാം. അപ്പം ഞാൻ സന്യാസിയാണോ? നീ ആരെങ്കിലും എന്തെങ്കിലും വിഡിത്തം പറയുമോ? ഒരു സന്യാസിയായിട്ട് സ്വാമി ഇങ്ങനെ പറയുന്നു ഞാൻ വിചാരിച്ചില്ല. എടാ, നീ വിചാരിക്കണതാ ഞാൻ പറയണ്ടേ? ചിന്തിക്കുക. അപ്പോ ഇതിൻ്റെ എല്ലാം, ഈ കൽപ്പനകൾക്കെല്ലാം ആസ്പദമായ അദ്വയമായ ഞാൻ ഈ കൽപ്പനകളൊന്നുമല്ല. ഈ കൽപ്പനകളൊക്കെ എടുത്തു മാറ്റണം. അപ്പൊ ശ്രുതി പറഞ്ഞു, ഒരുപാട് കൽപ്പനകൾ തന്നു. അണോരണീയാൻ ത്വം, മഹതോ മഹീയാൻ ത്വം, വിശ്വം ത്വം, മഹാൻ ത്വം, വിചിത്രം ത്വം, പുരാതനഃ ത്വം. ത്വം എന്നുള്ളതൊക്കെ അഹം എന്നാക്കി മനസ്സിലാക്കണേ. ഇവിടെയൊക്കെ അഹം എന്നാണ്. ഈ അഹം എന്നുള്ളതിൻ്റെ ഉപദേശം ത്വം എന്നാണ്. അഹം ഞാൻ, ത്വം നീ. നീ ഇതാണ്. എന്താണ്? പുരുഷഃ, നീ പുരുഷനാണ്. നീ ഈശ്വരനാണ്. നീ ഹിരൺമയനാണ്. നീ ശിവരൂപനാണ്. ഇത് ഓരോന്നും ഇതാകുന്നു ഞാൻ അനുസന്ധാനം ചെയ്യാണ്. കാരണം ഇത്രയും കാലം വേറെ കുറെ കൽപ്പനകൾ ചെയ്തു. ആ കൽപ്പനകളെ കൊണ്ട് ഒന്നും ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ദുഃഖിയായിട്ട് തന്നെയാണ് ഇരിക്കണത്. ഞാൻ പത്നിയാണെന്ന് കൽപ്പിച്ചിട്ട് എന്ത് ഗുണം കിട്ടി? ഞാൻ പതിയാണെന്ന് കൽപ്പിച്ചിട്ട് എന്ത് ഗുണം കിട്ടി? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുക. ഒരു ഗുണവും കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ പുറത്ത് പറയാറില്ല, പുറത്ത് ഇവിടെ സുഖം തന്നെ, അവിടെയും സുഖമെന്ന് കരുതുന്നു എന്നാണ്. പലരും സുഖം തന്നെയല്ല, പിന്നെ സുഖമല്ലാണ്ട് പരമസുഖം. ചോദിക്കുന്നതിനും അറിയാം, പറയുന്നതിനും അറിയാം ഇവിടെ വലിയ സുഖമൊന്നുമില്ല അല്ലേ? അപ്പൊ ഇനി പുതിയ കുറച്ച് കൽപ്പനകളാണ്. അണോരണീയാൻ അഹം, ഞാൻ അണുവിൽ വെച്ച് അണുവാണ്. ഈ അണുവിൽ വെച്ച് അണുവാന്ന് പറഞ്ഞാൽ ഒട്ടന്നെ മറ്റതും പറഞ്ഞോളണേ. മഹതോ മഹീയാൻ അഹം, അതാണ് മഹാനഹം. മഹാൻ അഹം, മഹാനാണ് ഞാൻ. ഇപ്പൊ സൂക്ഷ്മത്തിൽ വെച്ച് സൂക്ഷ്മമാണ് ഞാൻ, വലുതിൽ വെച്ച് വലുതാണ് ഞാൻ. രണ്ടും ഒരേ സമയത്താവണമെങ്കിലോ ഞാൻ രൂപരഹിതനാണ്. എല്ലാ രൂപങ്ങളും ഞാനുമാണ്. അതാണ് വിശ്വമഹം. ശ്രദ്ധിക്കുക, ക്രമം ശ്രദ്ധിക്കൂ, പറഞ്ഞതിൻ്റെ ക്രമം ഒന്നുകൂടി പറയാം. അണുവിൽ വെച്ച് അണുവാണെന്ന് പറഞ്ഞു. അപ്പൊ വരാവുന്നൊരു സംശയം, എത്ര അണുവാ? അപ്പൊ ഒരാൾ പറഞ്ഞു പെരുവിരലിൻ്റെ ഒക്കെ വലുപ്പമുണ്ടാവും. അങ്കുഷ്ഠമാത്ര പുരുഷ, അങ്കുഷ്ഠമാത്ര പുരുഷോന്തരാത്മാ സദാ ജനാനാം ഹൃദയേ സന്നിവിഷ്ട. അത്രയല്ലല്ലോ, പിന്നെ എത്രയാ? എടോ, ഒരു തലമുടി ഇല്ലേ ഉണ്ട്, അതിൻ്റെ അഗ്രം അതൊരു1000 കീറിയാൽ എത്ര ഉണ്ടാവും? അത്രയാ? അത്രയല്ലേ? അപ്പൊ ചുരുങ്ങിട്ടോ, പെരുവിരലിൻ്റെ അടുത്ത് ചുരുങ്ങി.
മനസ്സിലായില്ലേ? അതൊക്കെ ശ്രുതിയാണ്. അപ്പം നമുക്ക് വിചാരിക്കണം എന്തോ സൂക്ഷ്മമാണെന്നാ വിചാരിക്കണേ. ഉടനെ പറഞ്ഞു അല്ലേ അല്ല, മഹതോ മഹിയാൻ, വലുതിൽ വെച്ച് വലുതാണ്. നീ സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലുത് സങ്കല്പിച്ചോളൂ, ഈ പ്രപഞ്ചം. അതിനേക്കാൾ വലുതാ ഞാൻ. അപ്പൊ എന്ത് മനസ്സിലാക്കാം? രൂപരഹിതനാണെന്ന് മനസ്സിലാക്കാം. രൂപരഹിതനാണെന്ന് മനസ്സിലാക്കി ഉടനെ പറയാണ് വിശ്വം, ഇതൊക്കെ ഞാൻ തന്നെയാണ്, ഈ സകല രൂപങ്ങളും ഞാൻ തന്നെയാണ്. അപ്പോഴോ സമസ്തവും ഞാൻ തന്നെ. വിശ്വം വിചിത്രം. ഓ, എന്തൊക്കെയായി തീരുന്നു ഞാൻ. വിചിത്രമഹം പുരാതന അഹം, ഞാൻ പുരാതനനാണ്, പഴയവൻ. പുരാതനൻ, പഴയവൻ. ഏറ്റവും പഴയ ആള് ബ്രഹ്മാവാണെങ്കിൽ ബ്രഹ്മാവിനും കാരണക്കാരൻ ഞാനാ. അപ്പോഴോ ബ്രഹ്മാവിനേക്കാൾ പഴയതാരെ ഞാൻ. ഞാനുള്ളതുകൊണ്ടാണ് ബ്രഹ്മാവുണ്ടായത്. ഞാനാകുന്ന ഉണ്മയിൽ നിന്നാകുന്നു ബ്രഹ്മാവ്. പുരാതനഹം പുരുഷഹം, പൂർണ്ണൻ. പൂർണ്ണമനേന സർവമിതി പുരുഷ. എല്ലാം എന്തിനാൽ പൂർണ്ണമോ അവനാണ് പുരുഷൻ. ഞാൻ പുരുഷനാകുന്നു, പൂർണ്ണനാകുന്നു. അഹം ഈശ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ ഞാനാകുന്നു. ഈശ. ഹിരൺമയ. ഹിരൺമയ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം സുവർണമയ എന്നാണ്. സൗവർണൻ. ഈ സൗവർണൻ എന്ന് പറഞ്ഞാൽ പ്രഭാപൂർണൻ, പ്രകാശരൂപൻ എന്നൊക്കെ അർത്ഥം എടുക്കാം. ഹിരൺമയ, പ്രകാശപൂർണനാണ് ഞാൻ. എന്തിനധികം പറയുന്നു? ശിവരൂപമസ്മി, മംഗളസ്വരൂപനാണ് ഞാൻ, ശിവരൂപനാണ് ഞാൻ. ഇങ്ങനെ എന്തെല്ലാം താനാണെന്ന് ഇന്നലെ വരെ മനസ്സിലാക്കി വെച്ചിരുന്നു, അത് മുഴുവൻ നിരസിച്ച് അതിനൊക്കെ അപ്പുറത്തുള്ള കേവലമായ സത്യമാണ് ഞാൻ, ഞാൻ, ഞാനെന്ന് അനുസന്ധാനം ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ ഇല്ലാതാവുകയല്ല ചെയ്യണത്, എൻ്റെ മഹിമ മനസ്സിലാക്കുക ചെയ്യണം. ഞാൻ അത്ര മോശക്കാരനല്ല. ഇതിൽ ഏറ്റവും മനോഹരമായൊരു പ്രയോഗം ഭഗവാൻ രമണ മഹർഷിയുടെ ഒരു പ്രയോഗമാണ്. അത്ര മനോഹരമായൊരു പ്രയോഗം ശാസ്ത്രത്തിൽ വിരളമാണ്. അഹമി നാശഭാജ്യഹമഹന്തയാ സ്ഫുരതി ഹൃത്സ്വയം. അതിൽ പരമൊന്നും പറയാനില്ല. അഹമി നാശഭാജി, നാശഭാജി അഹമി, അഹമഹന്ത്. ഈ അഹം പോകുമ്പോൾ ഇല്ലാണ്ടാവുകയല്ല ചെയ്യണത്. പലരും വിചാരിക്കണത് അഹം പോകുമ്പോൾ ഒന്നും ഇല്ലാണ്ടായി എന്നാണ്. ഒന്നും ഇല്ലാണ്ടാവുക അല്ല ചെയ്യണത്, അഹം വലുതാവുക ചെയ്യണത്. വലിയ അഹം, സ്ഫുരതി ഹൃത്സ്വയം അഹമഹന്ത്. ഞാനിവിടെ ഉണ്ടേ, ഞാൻ ഇവിടെ ഉണ്ട്, എന്നെ നോക്കൂട്ടോ, ഞാൻ അവിടെ ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ പ്രകാശിക്കുകയാണ്, ശരിയായ ഞാൻ. അമ്പട ഞാൻ എന്നല്ലേ? അതെ, അതാ ആണ്. വളരെ ശ്രദ്ധിക്കണം. കുഞ്ഞുണ്ണി മാഷ് നല്ലൊരു വേദാന്തിയായിരുന്നു, നല്ല വേദാന്തിയായിരുന്നു. അല്ലാത്തൊരാൾ അമ്പട ഞാനെന്ന് പറയില്ല, അതാണ്. അതാണ്. എന്നിലേക്ക് നോക്കണം, എന്നെ നോക്കണം. വേറെ ചിന്തിക്കുക.
അണോരണീയാനഹമേവ തദ്വത് മഹാനഹം വിശ്വമഹം വിചിത്രം പുരാതനോഹം പുരുഷോഹമീശോ ഹിരണ്മയോഹം ശിവരൂപമസ്മി. ഓം ഭദ്രം കർണേഭിः ശൃണുയാമ ദേവാः ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാः സ്ത്രീരംഗൈസ്തുഷ്ടവാംസസ്തനൂഭിർव्यशेम देवहितं यदायुः. स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु. ओम शांति शांति शांति.